മാനേജർ വന്നായിരുന്നു. ആ ഒഴിവിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ പുള്ളിയുടെ റിലേറ്റീവിനെ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ ഒരു 2 മാസം കൂടി വെയിറ്റ് ചെയ്യും നിധി. നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം. 2 മാസമൊക്കെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് മാഡം. വീട്ടു ചെലവൊക്കെ നടന്നു പോണ്ടേ. സാരമില്ല, ഞാൻ വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. എന്നാ പൊയ്ക്കോട്ടെ. നിധി നിക്ക്. മാഡം, എന്റെ ജോലി നിധിക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കോളാം. എന്താ ആന്റി, അതൊന്നും വേണ്ട. നിർമ്മലാന്റി ഇവിടെ തന്നെ ജോലി ചെയ്യട്ടെ. ഞാൻ വേറെ ജോലി നോക്കിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്തിനാ മോളെ ജോലി വേണ്ടെന്ന് വെച്ചേ? ഞാൻ മാറി തരുമായിരുന്നല്ലോ. അതൊന്നും വേണ്ട. ഇവിടെ നിറങ്ങി ആന്റി അങ്ങോട്ട് പോവും. അലഞ്ഞു നടന്ന CKCയുടെ കണ്ടിച്ചെന്ന് പെടണോ? അത് മാത്രമല്ല, ഇവിടെ ആവുമ്പോൾ താമസിക്കാനും ഒരിടം കിട്ടും. ആ ദേ ബ്രേക്ക് ടൈം ആയി. ആന്റി ചെല്ല്, ഞാൻ ഇറങ്ങട്ടെ. വിളിച്ചോളാം. ശമ്പളം കുറവായിരുന്നെങ്കിലും ആ ആയ ജോലി ഒരു വലിയ സഹായമായിരുന്നു. വരുമാനം ഇല്ലാതായ ബിസിനസ്സിലുള്ള ഗൗതമിന്റെ ശ്രദ്ധയും പോവും. എങ്ങനെങ്കിലും വേറൊരു ജോലി കണ്ടുപിടിച്ചേ പറ്റൂ. ഈ റിസപ്ഷനിസ്റ്റിന്റെ ജോലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. എടോ, കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തേ. ശരി സാർ. ആ, എക്സ്ക്യൂസ് മീ സർ. എന്തു വേണം? മേഡം ഈ ടേബിളിലേക്ക് ഇരുന്നോളൂ. അതല്ല സർ, ഈ ഹോട്ടലിന്റെ ഓണർ. അത് ഞാൻ തന്നെയാ. എന്താ മേഡം കാര്യം? അത് പിന്നെ പുറത്ത് ലേഡി റിസപ്ഷനിസ്റ്റിനെ ആവശ്യപ്പെട്ട ഒരു നോട്ടീസ് കണ്ടു. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ശിടാ, അവന്മാരെ നോട്ടീസ് ബോർഡ് ദൂരെ എടുത്ത് മാറ്റിയില്ലേ? സോറി, റിസപ്ഷനിസ്റ്റിനെ കിട്ടിയായിരുന്നു. ആള് ജോയിൻ ചെയ്യുകയും ചെയ്തു. ആ നോട്ടീസ് ബോർഡ് അവിടെ നിന്ന് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നിനൊരു ഉത്തരവാദിത്വം ഇല്ലെന്നേ. സോറി സർ. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാ. ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരാൻ കഴിയുമോ സർ? ടീച്ചറായി ജോലി ചെയ്ത ആളിനൊക്കെ ഇവിടെ എന്ത് ജോലി തരാനാ? വേറെ എവിടെയെങ്കിലും അന്വേഷിക്കും. ഹലോ, ഒരു റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ മിനിമം മര്യാദയെങ്കിലും വേണ്ടേ? എത്ര നേരമായി ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണെന്നറിയാമോ? ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്താൽ ഇതിപ്പോ ലഞ്ച് പോലും കിട്ടാത്ത അവസ്ഥയായി. ഇനി ഫുഡ് വരുമ്പോൾ നിങ്ങൾ എന്നെ കഴിച്ചോട്ടോ. ഇവിടെ ഇപ്പൊ ഇതൊരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. ഫുഡിന് ഓർഡർ കൊടുത്ത 2 പ്ലേറ്റും കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോകും. ആവശ്യക്കാർ ഇതിന്റെ മുമ്പിലിരുന്ന് ഉറങ്ങിക്കോണം. ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ചോളാം. വാ മോളെ, നമുക്ക് പോവാം. പ്ലീസ് മാഡം, പോവല്ലേ. ഇരിക്കും മാഡം, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇവിടെ മാനേജർ ഇവിടെ. ഇപ്പൊ വരും സാർ. എന്താ സാറേ പ്രശ്നം? സർവീസ് ശരിയല്ല എന്ന് പറഞ്ഞ് ഒന്നിനു പുറകെ ഒന്നായി കസ്റ്റമേഴ്സ് ഇറങ്ങി പോവുക. എന്താണോ പ്രശ്നം? കിച്ചണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പിന്നെന്താ ഇത്ര ഡിലേ ആവുന്നേ? പ്രോബ്ലം കിച്ചണിലല്ല സർ. 3 വെയിറ്റർമാർ ജോലി കളഞ്ഞു പോയിട്ട് ദിവസം എത്രയായെന്നറിയോ? ഒരാളെ പോലും പകരം പോസ്റ്റ് ചെയ്തിട്ടുമില്ല. ഉള്ള ആളിനെ വെച്ചാ ഞാൻ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. 3 പേര് പോയെങ്കിൽ പകരം ആളിനെ എടുക്കണമായിരുന്നു. അതെന്റെ കുഴപ്പമാണോ? അല്ല സർ, ഞാൻ നോക്കുന്നുണ്ട്. ഉടനെ ശരിയാവും. നമുക്ക് ചേരുന്ന ആളിനെ കിട്ടാത്തത് കൊണ്ടാണ് സർ. ഈ വെയിറ്റർ ജോലി ഒന്ന് ചോദിച്ചു നോക്കിയാലോ? എന്ത് പറഞ്ഞാലും അതിനൊരു ന്യായം പറഞ്ഞാൽ മാത്രം പോരാ. ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് വേണ്ടത്. സർ, ആ ബെയറർ ജോലി എനിക്ക് തരൂ. ബെയറർ ജോലിയോ? അതെങ്ങനെ ശരിയാവും? എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ. ഏത് ജോലി ആയാലും അത് ആത്മാർത്ഥമായി ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് എനിക്ക്. 1-2 ലേഡീസ് തന്നെ ഇവിടെ വെയിറ്റർമാരായിട്ടുണ്ട്. അവരൊക്കെ ഓടിയിട്ട് അങ്ങും ഇങ്ങും എത്തുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വരുന്ന ഓരോരുത്തർക്കും ഓരോ മൂടായിരിക്കും. അതനുസരിച്ച് പെരുമാറുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും എളുപ്പം സാധിക്കുന്നത് ദിവസവും വീടുകളിൽ ഭക്ഷണം വെച്ച് വിളമ്പുന്ന സ്ത്രീകൾക്കല്ലേ സർ? പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും കഴിക്കുന്ന ആളുകളുടെ മനസ്സറിഞ്ഞ് വിളമ്പാൻ സ്ത്രീകൾക്കാവും. സർ, ഈ ജോലി എനിക്ക് തന്ന ഏത് കസ്റ്റമറെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പെരുമാറിക്കോളാം.
ഒരു പക്ഷേ സാറിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയാ അപ്പൊ തന്നെ സാറിന് എന്നെ പറഞ്ഞു വിടാലോ. തിരിച്ചൊരു വാക്ക് മിണ്ടാതെ ഞാൻ പൊയ്ക്കോളാം. അതൊക്കെ ശരിയാ. എന്നാലും ടീച്ചർ ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാള് ഹോട്ടലിൽ വെയിറ്റർ പണിയൊക്കെ എടുക്കാൻ പറ്റുമോ? ടീച്ചർ ജോലി എത്ര ഇഷ്ടത്തോടെ ഞാൻ ചെയ്തോ അതേ ഇഷ്ടത്തോടെ തന്നെ ഇവിടെ വെയിറ്റർ ജോലി ഞാൻ ചെയ്യും സർ. അതെന്റെ ഉറപ്പ്. എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട, മറ്റൊന്ന് വന്ന് ജോയിൻ ചെയ്തോളൂ. മാനേജർ, ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്ത്. ശരി സാർ, വന്നോളൂ. അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റിൽ ചെയ്തായിരുന്നോ? ചെയ്തു സാർ. എല്ലാം ക്ലിയർ ആയോ? ആ ഇതെന്തു പറ്റി? ഗൗതം ഇതുവരെ പോയില്ലേ? ഞാൻ ഇപ്പോഴേ തിരിച്ചു വന്നത് എന്തിനാണെന്ന് ചോദിക്കുമല്ലോ. ജോലി പോയ കാര്യം പറയാം, പക്ഷെ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോയിൻ ചെയ്ത കാര്യം പറയണോ? വീണ്ടും പ്രശ്നമാവോ? നോക്കാം. എന്താ പോയ എവിടെ തിരിച്ചു പോന്നെ? വീണ്ടും സ്കൂളിലെ ജോലിക്ക് തിരിച്ചു കയറാൻ പോകുന്നു പറഞ്ഞിട്ടല്ലേ നീ ഇവിടുന്ന് പോയേ? എന്നിട്ട് എന്ത് പറ്റി? ഞാൻ പ്രിൻസിപ്പാളിനോട് ചെന്ന് കാര്യം പറഞ്ഞു. എന്നെ ടീച്ചർ ജോലിയിൽ തന്നെ തിരികെ കയറ്റണമെന്ന് മാഡത്തിനുണ്ടായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? 2 പോസ്റ്റിലേക്ക് വേറെ ആളെ അപ്പോയിന്റ് ചെയ്തു. അതിന് നീ റിസൈൻ ചെയ്തിട്ട് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതിനു മുമ്പേ വേറെ ആളെ അപ്പോയിന്റ്മെന്റ് ചെയ്തോ? സ്കൂളല്ലേ, കുട്ടികളുടെ കാര്യം നോക്കാൻ ആളുണ്ടായല്ലേ പറ്റൂ. നമ്മുടെ സമയദോഷമായിരിക്കും. ടീച്ചർ ജോലിക്കും വേറെ ആളെ പോസ്റ്റ് ചെയ്തു. സാരല്ല, പോട്ടെ. എന്തായാലും അതിന് പോകണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നോ? അത് അങ്ങനെ തന്നെ സംഭവിച്ചെന്ന് കരുതിയാൽ മതി. അല്ലല്ല, ഞാൻ വേറൊരു ജോലിക്ക് ജോയിൻ ചെയ്തു. ആഹാ, ഇത്ര വേഗം വേറെ ജോലിയോ? അതെന്താ അത്? എന്താ പറ, വേറെ എവിടെ ജോലി? അത് പിന്നെ ദേഷ്യപ്പെടരുത്. കള്ളം പറയാൻ വയ്യാത്തത് കൊണ്ട് ഞാനങ്ങ് പറയുക. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ബെയറായിട്ട് ജോലിക്ക് കയറി. ബെയറായിട്ട് ജോലിക്ക് കയറുന്നു? എന്തിന്? ആര് പറഞ്ഞിട്ട്?